the most trusted Knanaya matrimonial. ജ്ഞാനായ സമുദായത്തിലെ പ്രൊഫഷണൽസും ബിസിനസ് ഫീൽഡിലുള്ളവരും കൂടി ആരംഭിച്ച വേൾഡ് അസോസിയേഷൻ ഓഫ് ജ്ഞാനായ എൻ്റർപ്രനേഴ്സ് അഥവാ വെയ്ക്ക് എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഈ അസോസിയേഷൻ്റെ സംരംഭമായ ജ്ഞാനായ wedding.com എന്ന് പറയുന്ന ഒരു മാട്രിമോണിയൽ വെബ്സൈറ്റ് ആരംഭിക്കുകയുണ്ടായി. നമുക്കറിയാം, നാം AD 345 ബാബായുടെ കൽപ്പനയാലെ പുറപ്പെട്ട് മലങ്കരയിൽ സുവിശേഷ പ്രചരണത്തിനായിട്ട് എത്തി. അതൊക്കെ നമ്മുടെ പുരാതന പാട്ടുകളിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാബായുടെ കൽപ്പനയാലെ പുറപ്പെട്ടു, യാത്ര വിധിച്ചുടൻ അനുവാദവും വാങ്ങി എന്നൊക്കെ. നാം ഈ കേരളത്തിലെത്തി ഇവിടെ ഒരു സമൂഹമായി ജീവിച്ചു. ആ സമയത്തൊക്കെ നമ്മൾ 2-3 ഏരിയയിൽ ഇവിടെ അടുത്ത ഉള്ള പ്രദേശങ്ങളിൽ ജീവിച്ചു. നമ്മൾ ജൂത ക്രിസ്ത്യാനികൾ ആചരിച്ചു പോന്നിരുന്ന സ്വവംശ വിവാഹ ആചാര പാരമ്പര്യം അനുസരിച്ച് തന്നെ ഈ മലങ്കരയിൽ ജീവിക്കുകയായിരുന്നു. കാലങ്ങൾ കടന്നുപോയി, നമ്മുടെ പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായപ്പോൾ വിവാഹ കാര്യം മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം ബന്ധപ്പെടുവാൻ ഇപ്പോൾ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അത് മറ്റൊന്നുമല്ല, ഇന്ന് ജ്ഞാനായക്കാർ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഏതാണ്ട് 50 രാജ്യങ്ങളിലായിട്ട് ജീവിക്കുക. എന്നാൽ ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് സാഹചര്യം അങ്ങനെയല്ലായിരുന്നു. നാം എല്ലാം അടുത്തടുത്ത പ്രദേശങ്ങളിലായിരുന്ന സമയത്ത് നമ്മുടെ ഒരു പള്ളിപ്പെരുന്നാളുകളിലോ ഇല്ലെങ്കിൽ യുവജന സമാജം എന്ന് പറയുന്ന ഓരോ പ്രോഗ്രാമുകളിലൊക്കെ നമ്മുടെ ആൾക്കാർ ഒന്നിച്ചു കൂടുകയും അവർ പരസ്പരം കാണുകയും യുവതീ-യുവാക്കൾ പോലും പരസ്പരം കാണുകയും ആ സമയത്തൊക്കെ കല്യാണം അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു ചിന്ത വരികയും അങ്ങനെ ആ കാലത്ത് അത് നടന്നിരുന്നു. പക്ഷേ ഇന്ന് സാഹചര്യം മാറി. ഇന്ന് വിദേശത്ത് പല രാജ്യങ്ങളിലായി അവർ തമ്മിൽ കാണുവാനോ ബന്ധപ്പെടുവാനോ മാതാപിതാക്കൾ തമ്മിൽ പരിചയപ്പെടുവാനോ ഒന്നും അറിയാത്തൊരു സാഹചര്യത്തിലാണ് വെയ്ക്ക് ഇതിനെപ്പറ്റി ചിന്തിച്ചതും ഇങ്ങനൊരു മാട്രിമോണിയൽ വെബ്സൈറ്റ് തന്നെ തുടങ്ങി നമ്മുടെ സമുദായ അംഗങ്ങളെ മുഴുവൻ ഇതിലേക്ക് കൊണ്ടുവന്ന് അവർ തമ്മിൽ പരിചയപ്പെടുവാനും ഈ സമുദായത്തിൽ നിന്ന് ഒരംഗം പോലും പുറത്തു പോകാത്ത നിലയിൽ എല്ലാവരും പരസ്പരം അറിഞ്ഞ് ഒരു വിവാഹത്തിൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാനായി വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംവിധാനം നമ്മൾ ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ജ്ഞാനായക്കാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്നെ ജ്ഞാനായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച് ജ്ഞാനായ വംശപാരമ്പര്യം കാത്തുപരിപാലിച്ച് ജീവിക്കുന്ന അങ്ങനെയുള്ളവരെയാണ് ജ്ഞാനായക്കാർ എന്ന പേരിൽ അറിയപ്പെടുക. ഈ ജ്ഞാനായ ജന്മത്വം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഇന്നൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് പലരും കരുതുന്നത്. കാരണം അത് ആർക്കും അത്ര പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല. കാരണം കഴിഞ്ഞ 1670ഓളം വർഷമായിട്ട് ജ്ഞാനായ മാതാപിതാക്കൾ കാത്തുപരിപാലിക്കുന്ന അവർ തമ്മിൽ തന്നെ വിവാഹം കഴിച്ച് ആ പാരമ്പര്യത്തിലൂടെ മാത്രമേ ജ്ഞാനായക്കാർ എന്ന ആ ഒരു ജന്മത്വം നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ജന്മത്വം ലഭിക്കണമെങ്കിൽ അവർ ജ്ഞാനായ യുവാക്കൾ തമ്മിലുള്ള പരസ്പര വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ള ഒരു ബേസിക്കായിട്ടുള്ളൊരു കാര്യം ഇവിടെ വളരെ കർശനമായിട്ട് ഈ സമുദായത്തിൽ നമ്മൾ നോക്കിക്കൊണ്ട് കാത്തുപരിപാലിക്കുന്നതാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമുക്കറിയാം, അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിന് വിവാഹം കഴിക്കുവാൻ വേണ്ടി അബ്രഹാമിൻ്റെ അടുത്ത ഏറ്റവും വിശ്വസ്ത ദാസനായ എലിയാസറിനോട് പറഞ്ഞു, എൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് നീ പോയി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ആ കാലം മുതൽ നമ്മൾ തുടങ്ങിയതാണ്. ആ പാരമ്പര്യമാണ് ഇന്ന് നമ്മൾ കാത്തു പരിപാലിക്കുന്നത്. ഇന്ന് ഈ വെബ്സൈറ്റ് ഇവിടെ 1 വർഷങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്തതിന് ശേഷം വളരെയധികം ആൾക്കാർ ഇതിൽ വന്ന് ജോയിൻ ചെയ്യുകയും വിവാഹങ്ങൾ നടക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനോട് ഉള്ള എല്ലാ ആശംസകളും വളരെ നന്നായിട്ട് ഇത് നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ യുവാക്കൾ തമ്മിൽ ഉള്ള പരസ്പരം ബന്ധപ്പെടുവാനും അറിയുവാനും ജ്ഞാനായ weddings.com കൂടെ കൂടുതലായി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊള്ളുന്നു.
ജ്ഞാനായ കല്യാണങ്ങൾ ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ. ദ മോസ്റ്റ് ട്രസ്റ്റഡ് ജ്ഞാനായ മാട്രിമോണിയൽ. ജ്ഞാനായ weddings.com